വയനാട് പുൽപ്പള്ളിയിൽ വേനൽ ചൂട് താങ്ങാനാവാതെ 4 പശുക്കൾ ചത്തുവെന്ന് നാട്ടുകാർ. തീറ്റയും വെള്ളവും എടുക്കാതെ 5ഓളം പശുക്കൾ അവശനിലയിലാണ്. സംഭവം അന്വേഷിക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. വേനൽ ചൂട് കനത്തതോടെ പുൽപ്പള്ളിയിലെ ക്ഷീരകർഷകരുടെ പശുക്കൾ ചത്തൊടുങ്ങുകയാണ്. ഉയർന്ന ചൂട് കാരണം പശുക്കൾ കുഴഞ്ഞു വീഴുന്നു. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലാത്ത പശുക്കളാണ് ചത്തതെന്നാണ് പ്രദേശവാസികളായ അപ്പച്ചന്റെയും രവിയുടെയും പരാതി. ചൂട് തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാരണം മറ്റുള്ള ട്രീറ്റ്മെന്റ് ആ സമയം കൊടുത്തിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൊടുത്താണ് ഈ പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇവിടെ 40ഓളം പശുക്കൾ ഉണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റുകളും ചെയ്യുമ്പോഴും പശു തളർന്നു പോകുന്നു, അവശതയാകുന്നു. കഴിഞ്ഞ ദിവസം ഈ 23-ാം തീയതി പശു ഏറ്റു വിറച്ച് താഴേക്ക് വീണിഞ്ഞെത്തു. ഏകദേശം 30 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കൾ 12 മണിയാകുമ്പോൾ ഈ പശുക്കളെല്ലാം കിടന്ന് അണയ്ക്കാൻ തുടങ്ങും. കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിന് ഒന്നെങ്കിൽ ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മേൽഘടകത്തിലുള്ള ഡോക്ടർ മേഖലയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്ഷീരോത്സവ വകുപ്പിൽ നിന്ന് പ്രത്യേക സ്കോഡുകളെ തിരിച്ചുകൊണ്ട് വേനൽ ചൂടിനെ അതിജീവിക്കാൻ പശുക്കൾക്ക് അതിനും പ്രതിരോധ മരുന്നുകൾ എന്തെങ്കിലും കൊടുക്കണോ, അത് ചെയ്യുക. അത് നമുക്കൊരു ക്ഷീരകർഷകനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പിടിയെന്ന് വളർത്തുന്ന ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ച് അണയ്ക്കുമ്പോൾ എന്താ കുറച്ച് വെള്ളം കോരി വയ്ക്കാൻ പറ്റുമോ? വെള്ളം കോരി വെച്ചാൽ അകടുവെക്കം പിടിക്കും. എന്നാൽ ചൂടുമൂലം പശു ചത്ത ഒരേ ഒരു കേസ് മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതെന്ന് മുള്ളംകൊല്ലി വെറ്റിനറി സർജൻ ലക്ഷ്മി അരവിന്ദ് പറഞ്ഞു. പശുക്കൾ ചത്ത വിവരം അധികൃതരെ അറിയിച്ചില്ലെന്നും സംഭവം അന്വേഷിക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം എത്തുമെന്നും ഡോക്ടർ ലക്ഷ്മി അരവിന്ദ് പറഞ്ഞു. പശുക്കള് ഹീറ്റ് സ്ട്രോക്ക് ആയിട്ട് എൻ്റെ അറിവിൽ ഇവിടെ ഒരൊറ്റ കേസ് മാത്രമേ നമുക്കിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ പശു ചത്തുപോയി, അപ്പോൾ അതിൻ്റെ കോമ്പൻസേഷനും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ സർക്കാരിലേക്ക് ഇൻറ്റിമേറ്റ് ചെയ്തത് ഒരൊറ്റ കേസ് മാത്രമേ എൻ്റെ അറിവിൽ ഇവിടെയുള്ളൂ. ചൂടകറ്റാനായി വളർത്തുമൃഗങ്ങൾക്ക് ഇടയ്ക്കിടെ വെള്ളം നൽകണമെന്നും ആരോഗ്യത്തിൽ മാറ്റം കാണുകയാണെങ്കിൽ ആശുപത്രി അധികൃതരെ ഉടൻ വിവരമറിയിക്കണമെന്നും വെറ്റിനറി സർജൻ അറിയിച്ചു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.